കേരളത്തിൻ്റെ ധീരോദാത്ത നായകൻ, ധാർമ്മിക ചക്രവർത്തി, എല്ലാറ്റിനുമുപരി തൃശ്ശൂരിൻ്റെ ശില്പി. കൊല്ലവർഷം 926 ആണ്ട് കർക്കിടക മാസം 10 വെള്ളാരപ്പള്ളി കോവിലകത്ത് ജനിക്കുകയും 981 കന്നിമാസം 13 തൃശ്ശൂർ പേരൂർ വടക്കേക്കര കോവിലകത്ത് നിന്ന് തീപ്പെടുകയും ചെയ്ത കൊച്ചിയിലെ രാമവർമ്മ രാജാവിനെയാണ് ശക്തൻ തമ്പുരാൻ എന്ന പേരുകൊണ്ട് ഇന്ന് ലോകം അറിയുന്നത്. കേരളത്തെ തിരുവിതാംകൂർ, കൊച്ചി, മലബാർ എന്നിങ്ങനെയായിരുന്നു വിഭജിച്ചിരുന്നത്. കൊച്ചി രാജ്യം അന്ന് അടിയോളം മതപ്പതിച്ചിരുന്ന കാലഘട്ടത്തിൽ ഒരു കൂർമ്മമൂർത്തിയായി ഭരണമേറ്റെടുത്ത രാജാവായിരുന്നു ശക്തൻ തമ്പുരാൻ. കച്ചവടക്കാര്യങ്ങളിൽ ശക്തൻ തമ്പുരാൻ ബദ്ധശ്രദ്ധനായിരുന്നു. കച്ചവടത്തിനായി കൊച്ചിയിൽ നിന്ന് തൃശ്ശൂരിലേക്ക് ക്രൈസ്തവ കുടുംബങ്ങളെ കൊണ്ടുവന്നത് മുതലാണ് തൃശ്ശൂരിൻ്റെ ഹൃദയമിടിപ്പ് ആരംഭിക്കുന്നത്. അവർക്കായാണ് ഇന്ന് 200 വർഷത്തിലേറെ പഴക്കമുള്ള തൃശ്ശൂരിലെ മർത്തമറിയം പള്ളി ശക്തൻ തമ്പുരാൻ പണി കഴിപ്പിച്ചത്. 1750 ജനിക്കുകയും 1805 ഇഹലോകവാസം വെടിയുകയും ചെയ്ത കൊച്ചിയിലെ രാമവർമ്മ രാജാവിനെയാണ് ശക്തൻ തമ്പുരാൻ എന്ന പേരിൽ അറിയപ്പെട്ടിരുന്നത്. ശക്തൻ തമ്പുരാൻ്റെ ഭരണകാലഘട്ടം കൊച്ചി രാജ്യത്തെ സംബന്ധിച്ച് വളരെയധികം പുരോഗമനപരമായ പല പരിപാടികളും നിർമ്മാണങ്ങളും നടന്നിരുന്ന ഒരു കാലഘട്ടമായിരുന്നു. കൊച്ചി രാജ്യത്തിൻ്റെ ഒരു സുവർണ കാലഘട്ടം എന്ന് വേണമെങ്കിൽ ശക്തൻ തമ്പുരാൻ്റെ ഭരണകാലഘട്ടത്തെ നമുക്ക് പറയാനായിട്ട് കഴിയും. തൃശ്ശൂർ പേരൂർ എന്ന നാടിനെ അതിൻ്റെ വളർച്ചയിൽ ഏറ്റവും അധികം സഹായിച്ചതും അതിനെ മുന്നിട്ടിറങ്ങി പ്രവർത്തിച്ചതുമായ ഒരു രാജാവാണ് ശക്തൻ തമ്പുരാൻ. ടിപ്പുവിൻ്റെ പടയോട്ടത്തിന് ശേഷം നാമാവിശേഷമായ തൃശ്ശൂർ പട്ടണത്തെ ഇതുപോലെ പുനരുദ്ധീകരിച്ച് കൊച്ചി രാജ്യത്തിൻ്റെ ഒരു മുഖ്യ പട്ടണമായി മാറ്റിയതിൽ വലിയൊരു പങ്കാണ് ശക്തൻ തമ്പുരാൻ വഹിച്ചിട്ടുള്ളത്. വാണിജ്യപരമായും നിർമ്മാണപരമായും അതുപോലെ പല മേഖലയിലുള്ള വികസനത്തിന് വേണ്ടി വ്യത്യസ്തമായ സമൂഹങ്ങളെ ഈ നാടിൻ്റെ പല ഭാഗത്തും കൊണ്ടുവന്ന് താമസിപ്പിക്കുകയും അവരുടെ പ്രവർത്തനങ്ങൾ കൊണ്ട് തൃശ്ശൂർ പട്ടണത്തിന് സമഗ്രമായ ഒരു വികസനം ഇവിടെ ഉണ്ടായി എന്ന് നമുക്ക് ചരിത്രം പരിശോധിക്കുമ്പോൾ അറിയാൻ കഴിയും. അതിൻ്റെ ഒരു ഭാഗമാണ് തൃശ്ശൂരും അതിൻ്റെ പരിസര പ്രദേശങ്ങളിലുള്ള സ്ഥലങ്ങളിൽ നിന്ന് 52 ക്രിസ്തീയ കുടുംബങ്ങളെ തൃശ്ശൂരിൻ്റെ ആസ്ഥാനമായ ഒരു ദേശത്ത് കൊണ്ട് കുടിയിരുത്തുകയും ക്രൈസ്തവർക്ക് അന്ന് വാണിജ്യത്തിലുള്ള അവരുടെ പ്രാവീണ്യം തൃശ്ശൂർ പട്ടണത്തിൻ്റെ ഉയർച്ചയ്ക്ക് വേണ്ടി ഉപയോഗപ്പെടുത്തുകയും ചെയ്തു. എടവനാട് ദേശമെന്ന ദേശത്ത് 52 ക്രൈസ്തവ കുടുംബങ്ങളെ കൊണ്ട് കുടിയിരുത്തുകയും ആ പ്രദേശത്തെ പുത്തൻപേട്ട എന്ന നാമം നൽകുകയും തൃശ്ശൂരിൻ്റെ വാണിജ്യ പ്രവർത്തനങ്ങളെ വളരെയധികം പ്രോത്സാഹിപ്പിക്കുകയും ചെയ്തു ശക്തൻ തമ്പുരാൻ. 1796 ശക്തൻ തമ്പുരാൻ ഇവിടെ ക്രൈസ്തവ കുടുംബങ്ങളെ തൃശ്ശൂരിൽ കൊണ്ട് പാർപ്പിക്കുന്നത്. കച്ചവടത്തിൽ മാത്രമല്ല, കലയിലും ആചാരത്തിലും ആഘോഷത്തിലും വേരൂന്നിയ നഗരമാണ് തൃശ്ശൂർ. തൃശ്ശൂർ എന്ന് കേൾക്കുമ്പോൾ തന്നെ മനസ്സിലൂടിയെത്തുന്ന ചിത്രം തൃശ്ശൂർ പൂരമാണ്. പൂരങ്ങളുടെ പൂരമായ നാട്. കേരളത്തിനകത്തും പുറത്തും ഏറ്റവും ജനശ്രദ്ധയെ ആകർഷിക്കുന്ന
ഉത്സവങ്ങളിലൊന്നാണ് തൃശ്ശൂർ പൂരം. ശക്തൻ തമ്പുരാനെക്കുറിച്ച് പറയുമ്പോൾ ഒഴിച്ചുകൂടാനാവാത്തതും. തമ്പുരാൻ തുടക്കം കുറിച്ച തൃശ്ശൂർ പൂരത്തിന് ഏകദേശം 200 വർഷത്തിലേറെ ചരിത്ര പാരമ്പര്യമുണ്ട്. ശക്തൻ തമ്പുരാന്റെ കാലത്ത് കേരളത്തിൽ ആറാട്ടുപുഴ പൂരമായിരുന്നു ഏറെ പ്രശസ്തം. അന്ന് ആറാട്ടുപുഴ പൂരത്തിന് പല ദേശങ്ങളിൽ നിന്നും ക്ഷേത്രങ്ങളിൽ നിന്നും ഘോഷയാത്രകളെത്തുമായിരുന്നു. ലോകത്തെ എല്ലാ ദേവതകളും ആറാട്ടുപുഴ പൂരത്തിൽ പങ്കെടുക്കാൻ എത്തുമെന്നാണ് വിശ്വാസം. 1796 പൂരത്തിന് ശക്തമായ കാറ്റും പേമാരിയും നിമിത്തം പാറമേക്കാവ്, തിരുവമ്പാടി, ചെമ്പൂക്കാവ്, കാരമുക്ക്, ലാലൂർ, അയ്യന്തോൾ, ചൂരക്കാട്ടുകാവ്, നെയ്തലക്കാവ്, കണിമംഗലം എന്നീ ക്ഷേത്രങ്ങളിലെ സംഘങ്ങൾക്ക് ആറാട്ടുപുഴയിലെത്താൻ സാധിച്ചില്ല. പൂരത്തിനെത്താതിരുന്നതുകൊണ്ട് ഈ സംഘങ്ങൾക്ക് ഭ്രഷ്ട് കൽപ്പിച്ചെന്ന് പറയപ്പെടുന്നു. അന്ന് ശക്തൻ തമ്പുരാന്റെ ഭരണമായിരുന്നു. സംഭവമറിഞ്ഞ് കോപിഷ്ഠനായ തമ്പുരാൻ വടക്കുന്നാഥനെ ആസ്ഥാനമാക്കി അടുത്ത പൂരനാളിൽ തൃശ്ശൂർ പൂരം ആരംഭിച്ചു. പൂരത്തിലെ പ്രധാന പങ്കാളികൾ നഗരത്തിലെ പ്രധാന ക്ഷേത്രങ്ങളായ പാറമേക്കാവ് ഭഗവതിയും തിരുവമ്പാടി ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രവുമാണ്. ഇങ്ങനെ പൂരവും പുലിക്കളിയും മറ്റു ഉത്സവങ്ങളും കൊണ്ട് കലാസമ്പുഷ്ടമായ തൃശ്ശൂർ ഇന്ന് കേരളത്തിൻ്റെ സാംസ്കാരിക നഗരമാണ്. ഈ ഒരു പട്ടത്തിലേക്ക് തൃശ്ശൂരിനെ നയിച്ചതിന് പിന്നിൽ ശക്തൻ തമ്പുരാന്റെ കൈകളാണ്. തൻ്റെ ശില്പിയുടെ മുന്നിൽ അവൾ ഇന്നും തിളങ്ങിക്കൊണ്ടിരിക്കുന്നു. അന്ന് ശക്തൻ തമ്പുരാന്റെ കൈകളിലൂടെ രൂപപ്പെട്ട തൃശ്ശൂർ ഇന്ന് ആകാശപാതയിലൂടെ വികസനത്തിന്റെ വഴികളിലൂടെ നടന്നു നീങ്ങുകയാണ്. തൻ്റെ ശില്പിയുടെ കൈപിടിച്ച് ഇനിയും ഉയരങ്ങളിലേക്ക്.